അമേരിക്കയിൽ വരെ എത്താൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ രഹസ്യമായി വികസിപ്പിക്കുന്നുവെന്ന് US രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ഓപ്പറേഷൻ സിന്ദൂറിലെ തിരിച്ചടിക്ക് പിന്നാലെ സ്വന്തം ആയുധങ്ങളെ ചൈനയുടെ സഹായത്തോടെ നവീകരിക്കുവാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ അത്തരത്തിലൊരു മിസൈൽ വികസിപ്പിക്കുന്നതിൽ വിജയിച്ചാൽ ആണവായുധ ശേഷിയുള്ള എതിരാളിയായി പാകിസ്ഥാനെ കണക്കാക്കേണ്ടി വരുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കയിലേക്കോ അമേരിക്കൻ ഭരണത്തിന് കീഴിലുള്ള മറ്റു പ്രദേശങ്ങളിലേക്കോ ആണവാക്രമണം നടത്താൻ ശേഷിയാർജിക്കുന്ന രാജ്യങ്ങളെയാണ് ആണവ എതിരാളികളായി US കണക്കാക്കുക. നിലവിൽ റഷ്യ, ചൈന, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളാണ് അമേരിക്കയുടെ ആണവ എതിരാളികൾ. നിലവിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ സ്വന്തമായിട്ടുണ്ടെങ്കിലും ഇന്ത്യക്ക് നേരിട്ട് US വരെ എത്താവുന്ന മിസൈലുകളില്ല. അതിനാൽ ഇന്ത്യയെ ആണവ എതിരാളിയായി US കണക്കാക്കിയിട്ടില്ല. ഇന്ത്യയെ നേരിടാൻ വേണ്ടി മാത്രം ലക്ഷ്യമിട്ടുള്ളതാണ് പാകിസ്ഥാന്റെ ആണവായുധ നയമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഹ്രസ്വദൂര, മധ്യദൂര മിസൈലുകളാണ് പാകിസ്ഥാൻ കൂടുതലും ഉപയോഗിക്കുന്നത്. 5500 കിലോമീറ്ററിനപ്പുറത്ത് ആക്രമണം നടത്താൻ കഴിയുന്ന മിസൈലുകളെയാണ് ഭൂഖണ്ഡാന്തര മിസൈലുകൾ എന്ന് വിശേഷിപ്പിക്കുക. നിലവിൽ പാകിസ്ഥാന് ഭൂഖണ്ഡാന്തര മിസൈലുകളില്ല. പാകിസ്ഥാന്റെ പക്കലുള്ള ഏറ്റവും ദൂരത്തിൽ ആക്രമിക്കാൻ കഴിയുന്ന മിസൈൽ എന്നത് ഷാഹിൻ 3 ആണ്. ഇതിന്റെ പരമാവധി പ്രഹര പരിധി 2700 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ നഗരങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താനോ അതുവഴി പാകിസ്ഥാന് സാധിക്കും. പാകിസ്ഥാൻ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനെതിരെ കഴിഞ്ഞ വർഷം US ഉപരോധം കൊണ്ടുവന്നിരുന്നു. എന്നിട്ടും പാകിസ്ഥാൻ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്.